വാർ സിനാരിയോയിൽ എല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഏത് അൺസർട്ടനിറ്റീസും. അപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇന്നത്തെ ഇൻപുട്ടുകൾ ഒന്ന്, US കോർട്ട് ട്രേഡ് ടാരിഫ്സിന് എല്ലാം റീഫണ്ട് ചെയ്യാൻ ഇന്ന് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇനിഷ്യേറ്റ് ചെയ്യണം. പക്ഷേ ഇന്നലെ ട്രഷറി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു 10% 15% ലോകമെമ്പാടും ടാരിഫ്സ് ഇടുമെന്ന്. ഇന്ത്യയുടെ 18% കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 15 to 18 എവിടെയെങ്കിലും ഒന്ന് നിൽക്കുമെന്ന് നോക്കാം. വാർ സിനാരിയോയിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്, അത് 0.2 to 0.4% കൂടുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മോശമായിട്ടുള്ള സ്റ്റോക്സ് വിൽക്കുക. അപ്പോൾ അതിനകത്തൊരു ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഒരു സംഗതി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ നിന്ന് വരുന്ന ലോസസ് നമുക്ക് 8 വർഷത്തേക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ നല്ല സ്റ്റോക്സ് വാങ്ങുകയും ചെയ്യാം. ഈ തരം ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഈ ടൈപ്പുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പുതിയ ഒരു പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യുകയും ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് എടുക്കുക. വീക്കെൻഡ്സിൽ സ്ട്രാറ്റജിയെക്കുറിച്ചും കൂടുതൽ സ്റ്റോറീസിനെ കുറിച്ചും വീഡിയോ ഉണ്ടാവും, ലോങ് വീഡിയോ. താങ്ക് യു.